റബൽ റിഡ്ജ് ഡയറക്ടഡ് ബൈ ജെർമി. കിടിലൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലും പടം. ഈ ഒരു സിനിമന്റെ ഒരു എക്സിക്യൂഷൻ എവിടെങ്കിലും ഒന്ന് പാള് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ലാഗ് അനുഭവപ്പെടാനുള്ള നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സിനിമന്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ട് ഒരാൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഈ സിനിമന്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതാകെ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ സ്റ്റോറി മാക്സിമം ഒരു മിനിറ്റ് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ആ സ്റ്റോറി പറഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ ആകെ ഒരു മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അത്ര അധികം മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സിനിമക്ക് ഉള്ളത്. പക്ഷേ ഈ ഒരു സിനിമ ഒരു രണ്ട് മണിക്കൂറാണ് സിനിമ ഉള്ളത്. ഈ ഒരു 2 മണിക്കൂറും ആൾക്കാർ അത് വ്യൂവേഴ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതി, ഒരു പ്രത്യേക രീതിയാണ് സിനിമക്ക്. അത് ഭയങ്കരമാണ് സിനിമനെ ഭയങ്കര പോസിറ്റീവായിട്ട് ഈ സിനിമനെ ബാധിച്ചിട്ടുണ്ട്. സിനിമ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഡിക്റ്റബിൾ ആണെന്നുണ്ടെങ്കിലും അതൊന്നും തീരെ ബാധിക്കുന്നുണ്ട് സിനിമനെ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമന്റെ തുടക്കത്തിൽ തന്നെ ഒരു പോലീസ് യൂണിറ്റുള്ളല്ല, ഫസ്റ്റ് സീൻ തന്നെ കേട്ടാ. ഫസ്റ്റ് സീൻ ഇൻ ദി സെൻസ് ആദ്യം തന്നെ സിനിമന്റെ തുടക്കത്തിൽ തന്നെ ഒരു പോലീസ് ഇതിന്റെ മെയിൻ ആക്ടർ ഉണ്ടല്ലോ, മെയിൻ ആക്ടറിനായിട്ടുള്ള ഒരു ഇന്ററോഗേഷൻ സീൻ ഉണ്ട്. അത് എന്ത് രസമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയോ? അത് സംഭവം ബാക്കിൽ മ്യൂസിക്കോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സീൻ എക്സാജറേറ്റ് ആയിട്ട് ഒന്നും തന്നെ സിനിമയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സീനിലൊക്കെ ഉള്ള കിട്ടുന്ന ത്രില്ലുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ സൈക്കിൾ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്ന ഒരു സീനുണ്ട്. ഗംഭീരമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ സിനിമയിൽ ഓരോ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ എൻഡിങ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന്റെ കുഴപ്പമാകുമായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ അതിനെ പറ്റി നോക്കിയപ്പോൾ എന്താണ് ഈ സിനിമന്റെ എൻഡിങ്ങിൽ എന്താണ് സിനിമയിൽ സംഭവിക്കണമെന്ന് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആർക്കും അത് മനസ്സിലായിട്ടില്ല. എൻഡിങ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതിങ്ങനെ വരാനുള്ളതിന്റെ കാരണം മറ്റേതാണ് മറിച്ചതാണ് എന്നുള്ളതൊക്കെ പല ആൾക്കാർ, ഇപ്പോൾ 100 ആൾക്കാർ 100 പെർസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് സിനിമ എന്ത് ഉദ്ദേശിച്ചെന്നുള്ള എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല. ഞാൻ അതിന്റെ ഒരു ഫാനും അല്ല. കാരണം സിനിമ അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് സിനിമ എൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് അതിന്റെ ഒരു ഫാൻ അല്ല ഞാൻ. അതിന്റെ ഒരു ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എൻഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ എൻഡിങ് കിടിലനാണ്, പക്ഷെ അത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എൻഡിങ് ആയി പോയി. മനസ്സിലായില്ല. അതേപോലെ തന്നെ സിനിമ തീരുന്ന സമയത്ത് കുറച്ച് ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് സിനിമ എൻഡ് ചെയ്യണത്. അത് എനിക്ക് അത്ര എൻഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമായിരുന്നു, കുറച്ചും കൂടി നീട്ടിയിട്ട് ഇന്നതായി ഇങ്ങനെയാണ് എൻഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മെയിൻ ആക്ടർ അങ്ങോട്ട് പോവുകയാണ് ഇങ്ങോട്ട് വരിക, അങ്ങനത്തെ ഒരു എൻഡിങ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിലില്ല. അത് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് തീരുന്നതിന്റെ ഒരു ഫാനാണ് ഞാൻ. അത് അതിന്റെ അല്ലാതെ ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് തീരുമ്പോൾ ചിലർക്ക് ഭയങ്കര ത്രില്ലാവും. അങ്ങനെ ത്രില്ല് കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അത് ആ എൻഡിങ്ങിന്റെ ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നും. പക്ഷെ എനിക്ക് ആ ഒരു ഭാഗം കുറച്ചൊന്ന് ബാക്കിക്ക് നിന്ന പോലെ തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് സിനിമ കണ്ടിരിക്കേണ്ട ഒരു റിയലിസ്റ്റിക് പടമാണ്. റിയലിസ്റ്റിക് എന്ന് ഞാൻ അതിന്റെ സ്റ്റോറി തന്നെ ഞാൻ പറഞ്ഞില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലോട്ട് അടക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. കാണുമ്പോൾ ആ സ്റ്റോറിന്റെ ഒപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ നീങ്ങുന്ന ഒരു സംഭവം ഉണ്ട് ഈ സിനിമക്ക്. അപ്പൊ ഞാൻ അതുകൊണ്ട് ബാക്കി ഞാൻ ഇതിന്റെ പ്ലോട്ട് അടക്കം ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിൽ ആക്ഷൻ ത്രില്ലർ, ആക്ഷൻ അഡ്വഞ്ചർ നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റിയ ഒരു സിനിമയാണ് ഇത്. പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ എക്സാജറേറ്റഡ് ഒരു ആക്ഷൻ സീക്വൻസ് ഇതിലില്ല. മനസ്സിലായില്ല. ഇതിൽ ഭയങ്കര അയ്യോ എന്ന് പറയുന്ന ആക്ഷൻ സീക്വൻസ് തന്നെ ഇല്ല. ഇതിലൊരു 98% ഈ സിനിമന്റെ സ്റ്റോറി നീങ്ങുന്നത് ഇങ്ങനെ സംസാരിച്ചിട്ടാണ്. പക്ഷെ അത് ഭയങ്കര എൻഗേജിങ് ആണ്. വെറുതെ ഓരോന്നും ഇങ്ങനെ സംസാരിക്കല്ല, അല്ലെങ്കിൽ കുറെ സെക്സ് സീൻസ് അല്ലാതെ കിസ്സിങ് അതൊന്നും ഇല്ല സിനിമയിൽ. ശരിക്കും ഫാമിലിനായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു റയർ ഹോളിവുഡ് മൂവിയും കൂടിയാണ് റബൽ റിഡ്ജ് എന്ന് പറയുന്നത്. ഫാമിലിയായിട്ട് ഇരുന്ന് കാണുമ്പോൾ ഒന്നും മോശമായിട്ടൊന്നും സിനിമയിൽ കാണിക്കണില്ല. കാരണം സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. സാധാരണ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതിന് കുത്തിക്കയറ്റണ ഒരു സംഭവം ഉണ്ടല്ല. കാരണം ഇതിലൊരു പെണ്ണ് ഒരു മെയിൻ ആക്ടറും തമ്മിൽ ഒറ്റ കിസ് അടിക്കുന്ന സീനില്ല. അതിന്റെ ഉപകാരമായി വെറുതെ അങ്ങനെ കുത്തിക്കയറ്റണ ഒരു സംഭവം ഉണ്ടാവില്ല. അതൊന്നും ഇതിലില്ല. അതുകൊണ്ട് അതായത് BGM കിടലാണ്. BGM ഒരു ത്രില്ലിംഗ് സീൻസ് വരും. അതായത് സംസാരം ഇല്ലാതെ അങ്ങനെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി സിനിമ ശ്രമിക്കുമ്പോൾ വേറെ ഒരു BGM ഒക്കെ ഉണ്ട്. അതൊക്കെ കിട്ടില്ലേ. കാരണം മൊത്തത്തിൽ ടെക്നിക്കിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് ആകെ പോരാന്നുള്ളത് തോന്നിയത് ഇതിന്റെ ആ എൻഡിങ്ങിലൊരു ക്ലാരിറ്റി കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാരിറ്റി കുറവോട് കൂടിയിട്ട് സിനിമ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ത്രില്ല് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനത്തെ അതിന്റെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ അതിന്റെ ഒരു ഫാൻ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ബാക്കിക്ക് നിൽക്കണ പോലെ തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ പെർഫോമൻസ് ഇതിൽ പോലീസുകാരായിട്ട് ചില ഒരു 2-3 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഗംഭീരമായിട്ട് ആ കൈ ഇങ്ങനെ തരിച്ചിങ്ങനെ കയറും, അങ്ങനത്തെ പെർഫോമൻസ്. അതേപോലെ തന്നെ ഇത് മെയിൻ ആക്ടർ അധികം സംസാരിക്കുമ്പോൾ ഭയങ്കര കാമായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നൈസായിട്ട് സാധാരണ കാമായിട്ട് ഭയങ്കര ഇങ്ങനെ മെല്ലനെ സംസാരിക്കുന്ന ആൾക്കാർ, എന്തുണ്ടായാലും ഇങ്ങനെ മെല്ലനെ സംസാരിക്കുന്ന ആൾക്കാർ ബോഡി ലാംഗ്വേജ് തന്നെ ഡിഫറെന്റ് ആവും. പക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ ബോഡി ലാംഗ്വേജ് ഡിഫറെന്റ് ആവും. ആ ബോഡി ലാംഗ്വേജ് അടക്കം ഈ ഒരു ആക്ടർ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു മെയിൻ ഹീറോയിൻ ഉണ്ട്. ഹീറോയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്ടറിന്റെ ഒപ്പം ഹീറോയിൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു നടിയുണ്ട് ഇതിൽ. അങ്ങനെ അഭിനയിച്ച് മറിക്കാനുള്ള ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയ റോള് അയ്യെന്ന് വരിപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ മെയിൻ ആക്ടർ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ റബൽ റിഡ്ജ് വാസ് എ റിയലി ഗുഡ് മൂവി. പക്ഷെ ഗംഭീരമാണ്, മാസ്റ്റർ പീസ് എന്നുള്ളതല്ല, ഉള്ളൊരു സ്റ്റോറി, ചെറിയൊരു സ്റ്റോറി വലിച്ചു നീട്ടി 2 മണിക്കൂർ എത്തിച്ചെന്നുള്ളത് മാത്രമേ അത് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് ഈ സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്.
സാധാരണ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് വലിച്ചു നീട്ടുമ്പോൾ എന്താ പൊതുവെ സംഭവിക്കില്ലെന്നുള്ള അറിയാലോ. പക്ഷെ ഇത് ഈ വലിച്ചു നീട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻഗേജിങ് ആണ്, ഗ്രിപ്പിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു ഗംഭീര ടീം എഫേർട്ട് വേണം. ആ ഒരു ടീം എഫേർട്ട് ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് മനസ്സിലായി. അത് നിങ്ങൾക്കും ഈ ഒരു മൂവി എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ആക്ഷൻ അഡ്വഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ മൂവ്സ്, എക്സാജറായിട്ടുള്ള സിംഗിൾ കോമ്പാക്ട് ഫൈറ്റ് സീക്വൻസ് ഒന്നും ഇല്ല ഇതിലൊരു ഈ സിനിമയിൽ ആകെ ഒരു ഒരു രണ്ട് പോലീസുകാർ ഇങ്ങനെ ഇവനെ പിടിക്കാൻ വരുമ്പോൾ മറിച്ചിടുന്ന ഒരു സീനുണ്ട്. പിന്നെ അവസാനം കുറച്ചൊരു ഷൂട്ടിംഗ് സീക്വൻസുകളും ഉണ്ട്. ഇത് മാത്രമുള്ള ആക്ഷൻ എന്ന് പറയാൻ മനസ്സിലായില്ല. പിന്നെ കുറച്ച് ചേസിംഗ് ഒക്കെ ഉണ്ട്, കുറച്ച് നല്ലതെന്ന് തോന്നുന്ന കുറച്ച് ചേസിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 2-3 ഇതിൽ. അതാണ് ഞാൻ പറഞ്ഞ സിനിമയുടെ ഒരു 95-98% കോൺവെർസേഷൻസ് വഴിയാണ് ഈ സിനിമ ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആവുന്നത്. പക്ഷെ അത് ഭയങ്കര എൻഗേജിംഗ് ആണ്. അനാവശ്യമായിട്ടുള്ള സംസാരമില്ല, അനാവശ്യമായിട്ടുള്ള സീനുകളില്ല, അങ്ങനെ ഒന്നുമില്ല ഈ സിനിമയിൽ. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഒരു അടിപൊളി പടമാണ് റബൽ റിഡ്ജ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായി റബൽ റിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.